ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ഉഴുന്നുവടയാണ്. കൂട്ടത്തിൽ ഒരു ചട്നിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഉഴുന്നരച്ച് പാകമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ചേർക്കുന്ന ചേരുവകൾ ഇത്രയുമാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാമേ. കൂടാതെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കുരുമുളക്, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കാം. ഈ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാമേ. അപ്പോൾ അത്യാവശ്യം ചൂടാവും. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്, നല്ല രീതിയിലായിട്ടുണ്ട്. ഇതാണ് പാകം. ഇതിൻ്റെ ഇരിക്കട്ടെ. നമുക്ക് എണ്ണ ചൂടായിട്ടില്ല, എണ്ണ ഒന്നുകൊണ്ട് ചൂടാക്കാം. അപ്പം നമുക്ക് കൈ ഒന്ന് നനയ്ക്കാം. കൈ നനച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ബോൾസാക്കിയിട്ട് ഈ തള്ളവിരലില്ലേ, തള്ളവിരൽ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. വീണ്ടും നമ്മൾ കൈ ഒന്ന് നനയ്ക്കുക. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളതും ഇട്ട് കൊടുക്കാം. നമുക്ക് 3 എണ്ണം ഇട്ട് കൊടുക്കാമേ. ഇതൊന്ന് പാകമായിട്ട് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ആ പറഞ്ഞ ചട്നി തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഒരു 2 കൊച്ചുള്ളി, ഒരല്പം ഇഞ്ചി, സ്വല്പം ഇഞ്ചി മതി കേട്ടോ, ഇഞ്ചി. പിന്നെ കാന്താരി മുളകാണ് കേട്ടോ. ഇത് ഇത്രയൊന്ന് നമുക്കൊന്ന് തിരിച്ചെടുക്കാം. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പാകമായി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ കറിവേപ്പിലിട്ട് അരച്ചെടുക്കാൻ മറന്നുപോയി. അതിനോട് 2 കറിവേപ്പിലയും കൂടി ഇടുകയാണ് കേട്ടോ. ഇതാണ് പാകം. ഇത് നമുക്കിനി കടുവൊക്കെ എടുക്കണം കേട്ടോ, താളിച്ചെടുക്കണമല്ലോ. ഇതിൻ്റെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഉഴുന്നോട് പാകമായിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് പാകം. നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്ത് ഈ പാത്രത്തിലോട്ട് നോക്കുന്നു. നമുക്ക് അടുത്തതായി ചട്നി തയ്യാറാക്കാം. എനിക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കൂടാതെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. മൂട്ടി വെക്കാം. പാലക്കാട് വെക്കാം. ഈ സമയം നമുക്ക് ചമ്മന്തി ഒന്ന് കലക്കി കുറച്ച് വെള്ളത്തിൽ കലക്കിയാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാണ് പാകം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം. നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കറി ഇത് ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇതാണ് ചമ്മന്തിക്കറിയുടെ പാകം. നമ്മുടെ ഉഴുന്നോടെയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിക്കറിയൊക്കെ ഇത് പാകമായിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉഴുന്നോടെയും ചമ്മന്തി ചായ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.